So hello guys, I am Aditya. Malayalam Tech Factory channel പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. So affordable ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങാൻ സാധിക്കുന്ന Homehop എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന 3 കിടിലൻ സോളാർ LED ഗാർഡൻ ലാമ്പുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. So, നമ്മുടെ ഒന്നാമത്തെ പ്രോഡക്റ്റ് വരുന്നത് ഹോംഹോപ്പിന്റെ സോളാർ LED ഡിസ്കോ ഫോക്കസ് ലാമ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. സോ ഈ പ്രോഡക്റ്റ് നമുക്ക് ഇതുപോലൊരു ഡീസന്റ് പാക്കേജിങ്ങിലാണ് നമുക്ക് ലഭിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ സോളാർ LED ലാമ്പ് ലഭിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ലെഗ്സ് ലഭിക്കുന്നുണ്ട്. പിന്നീട് വാൾ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സ്ക്രൂസ് ലഭിക്കുന്നുണ്ട്. പിന്നീട് യൂസർ മാനുവലും ഒപ്പം തന്നെ വാറണ്ടി കാർഡും നമുക്ക് ഈ ഒരു ബോക്സിനൊപ്പം ലഭിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം. സോ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇങ്ങനെ തന്നെ ബോക്സിനൊപ്പം കിട്ടിയ സ്ക്രൂസ് യൂസ് ചെയ്ത് വാൾ മൗണ്ട് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഗാർഡനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ കാണുന്ന രണ്ട് പോർഷൻസ് ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറകിലേക്ക് ഈ കാണുന്ന പോർഷൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സോളാർ ലാമ്പിൻ്റെ പുറകിലേക്ക് ഈ കാണുന്ന ജോയിൻ്റ് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫൈനലി നമ്മുടെ ഈ ലെഗ് പോർഷനും സോളാർ ലാമ്പും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ നമ്മുടെ അസംബ്ലിങ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എവിടെയാണോ വേണ്ടത്, അതായത് ഗാർഡനിൽ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മാത്രം മതി. സോ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻസ്റ്റാളിങ്ങും അസംബ്ലിങ്ങും ഒക്കെ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൽ ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് ABS പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്യൂറബിൾ ആണ്. പിന്നീട് IP65 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിരുന്നാലോ അല്ലെങ്കിൽ മഴ നനഞ്ഞാലോ ഒന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരില്ല. പിന്നീട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോളിസിലിക്കൺ സോളാർ പാനൽസ് ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭിക്കുന്നത്. അത് മാത്രമല്ല സോളാർ പവർ യൂസ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ ചാർജ് ആകുന്നതിന് വേണ്ടി ഏകദേശം 68 അവേഴ്സാണ് എടുക്കുന്നത്. ഇങ്ങനെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഏകദേശം 10 to 12 അവേഴ്സിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൽ ഓട്ടോ ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. എന്ന് പറയുമ്പം രാത്രി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ലാമ്പ് ടേൺ ഓൺ ആവുകയും ഒപ്പം തന്നെ രാവിലെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ലാമ്പ് ടേൺ ഓഫ് ആയിട്ട് നമ്മുടെ സോളാർ വഴിയുള്ള ചാർജിങ് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. പിന്നീട് നമുക്ക് ഈ ലാമ്പിൽ ഏകദേശം 3 ലൈറ്റിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. സോ ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറൻറ്റ് ലൈറ്റിംഗ് മോഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. സോ ഈ കാണുന്ന ബട്ടണിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുവാണെങ്കിൽ ഫാസ്റ്റ് റൊട്ടേറ്റിംഗ് കളർ ലൈറ്റ് മോഡിലേക്ക് പോകും. എന്ന് പറയുമ്പോൾ നമ്മുടെ ലാമ്പ് ഒരു ഡിസ്കോ ലാമ്പ് പോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് കറങ്ങി കത്താൻ തുടങ്ങും. ഇനി നമ്മൾ ആ ബട്ടണിൽ ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ സ്ലോ റൊട്ടേറ്റിംഗ് കളർ ലൈറ്റ് മോഡിലേക്ക് പോകും. എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ ലാമ്പ് ഒരു ഡിസ്കോ ലാമ്പ് പോലെ വളരെ സ്ലോ ആയിട്ട് കറങ്ങി കത്താൻ തുടങ്ങും. ഇനി നമ്മൾ ആ ബട്ടണിൽ ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ സ്റ്റാറ്റിക് കളർ ലൈറ്റ് മോഡിലേക്ക് പോകും. എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ ലാമ്പ് ഇതേപോലെ സ്റ്റാറ്റിക് ആയിട്ട് ഒരേ രീതിയിൽ നിന്ന് കത്താൻ തുടങ്ങും. ഇനി നമ്മൾ ആ ബട്ടണിൽ ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലാമ്പ് ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെയാണ് ഈ ഒരു ലാമ്പിൽ വരുന്ന 3 ലൈറ്റിംഗ് മോഡ്സ്. ഇനി ഈ കാണുന്ന നോബ് നമ്മൾ ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലാമ്പിൻ്റെ ആംഗിൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിലായിട്ട് കാണുന്ന ഈ നോബ് നമ്മൾ ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സോളാർ പാനലിൻ്റെ ആംഗിൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫൈനലി ഈ ലാമ്പിൻ്റെ പ്രൈസ് വരുന്നത് 949 രൂപയാണ്. ആമസോണിലും ഒപ്പം തന്നെ ഹോംഹോപ്പിൻ്റെ വെബ്സൈറ്റിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന പ്രോഡക്റ്റാണ് ഹോംഹോപ്പിൻ്റെ സോളാർ സ്പോട്ട് LED ലാമ്പ്. അത് RGB വേരിയൻ്റ് ആണ്. സോ ഈ പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് ഇതുപോലൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സോളാർ LED ലാമ്പ് ലഭിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ലെഗ്സ് ലഭിക്കുന്നുണ്ട്. പിന്നീട് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു മൈക്രോ USB കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നീട് വാൾ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സ്ക്രൂസ് കിട്ടുന്നുണ്ട്. പിന്നീട് ഒരു യൂസർ മാനുവലും ഒപ്പം തന്നെ കസ്റ്റമർ കെയർ ഡീറ്റെയിൽസ് അടങ്ങുന്ന വാറണ്ടി കാർഡുമാണ് നമുക്ക് ബോക്സിനകത്തായിട്ട് വരുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമുക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ സൈഡിലായിട്ട് കാണുന്ന ഈ സ്ക്രൂ ഉണ്ടല്ലോ, അതൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ലൂസായി കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന ബോൾ ഹെഡ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിൻ്റെ പുറകിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ സ്ക്രൂ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തൊന്ന് ടൈറ്റ് ആക്കുക. എന്നിട്ട് ബോക്സിനൊപ്പം കിട്ടി ഈ സ്ക്രൂസ് യൂസ് ചെയ്ത് നമുക്ക് തന്നെ ഈ പ്രോഡക്റ്റ് ഇതേപോലെ വാൾ മൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഗാർഡനിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ബോക്സിനൊപ്പം കിട്ടി ഈ ലെഗ് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിൻ്റെ പുറകിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗാർഡനിൽ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് ഈ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്താൽ മാത്രം മതി. സോ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻസ്റ്റാളിങ്ങും അസംബ്ലിങ്ങും ഒക്കെ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് ABS പ്ലാസ്റ്റിക് യൂസ് ചെയ്താണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്യൂറബിൾ ആണ്. അതുപോലെ തന്നെ IP65 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുറത്തിരുന്നാലോ അല്ലെങ്കിൽ മഴ നനഞ്ഞാലോ ഒന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരില്ല. അതുപോലെ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോളി ക്രിസ്റ്റലൈൻ സോളാർ പാനൽസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സോളാർ പവർ യൂസ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 68 അവേഴ്സാണ് എടുക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഏകദേശം 10 അവേഴ്സിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രോഡക്റ്റിൽ നമുക്ക് USB ചാർജിങ്ങിൻ്റെ ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതായത് ബോക്സിനൊപ്പം കിട്ടിയ ഒരു മൈക്രോ USB കേബിൾ യൂസ് ചെയ്തും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൽ ഓട്ടോ ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. എന്ന് പറയുമ്പം രാത്രി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ലാമ്പ് ടേൺ ഓൺ ആവുകയും ഒപ്പം തന്നെ രാവിലെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ലാമ്പ് ടേൺ ഓഫ് ആയിട്ട് നമ്മുടെ സോളാർ വഴി
വഴിയുള്ള ചാർജിങ് സ്റ്റാർട്ട് ആകുകയും ചെയ്യും. പിന്നീട് നമുക്ക് ഈ ലാമ്പിൽ മൾട്ടിപ്പിൾ RGB ലൈറ്റിംഗ് മോഡ്സ് ആണ് ലഭിക്കുന്നത്. സോ ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റിംഗ് മോഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. സോ ഈ കാണുന്ന ബട്ടണിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുവാണെങ്കിൽ വൈറ്റ് മോഡിലേക്ക് പോകും, ഒന്നുകൂടി പ്രസ് ചെയ്താൽ പർപ്പിൾ മോഡിലേക്ക് പോകും, ഒന്നുകൂടി പ്രസ് ചെയ്താൽ ടീൽ ഗ്രീൻ മോഡിലേക്ക് പോകും, ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഓറഞ്ച് മോഡിലേക്ക് പോകും, ഒന്നുകൂടി പ്രസ് ചെയ്താൽ ബ്ലൂ മോഡിലേക്ക് പോകും, ഇനി ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഡാർക്ക് ഓറഞ്ച് മോഡിലേക്ക് പോകും, ഒന്നുകൂടി പ്രസ് ചെയ്താൽ റെഡ് മോഡിലേക്ക് പോകും, ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഗ്രീൻ മോഡിലേക്ക് പോകും, ഒന്നുകൂടി പ്രസ് ചെയ്താൽ ടീൽ ബ്ലൂ മോഡിലേക്ക് പോകും, ഇനി ഒന്നുകൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലാമ്പ് ടേൺ ഓഫ് ആകും. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 9 ലൈറ്റിംഗ് മോഡ്സ് ആണ് നമുക്ക് ഈ ലാമ്പിൽ ലഭിക്കുന്നത്. ഇനി ഈ ലാമ്പിൽ ഇതുപോലൊരു ബോൾ ഹെഡ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും ഇഷ്ടപ്പെട്ട ആംഗിളിലും സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ലാമ്പിൻ്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. ആമസോണിലും ഒപ്പം തന്നെ ഹോം ഹോപ്പിൻ്റെ വെബ്സൈറ്റിലും നമുക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന പ്രോഡക്റ്റാണ് ഹോം ഹോപ്പിൻ്റെ സോളാർ സ്പോട്ട് LED ലാമ്പ്. അതും കൂൾ ആൻഡ് വാം ലൈറ്റ് വേരിയൻ്റ് ആണ്. സോ ഈ പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് ഇതുപോലൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് ലഭിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സോളാർ LED ലാമ്പ് ലഭിക്കുന്നുണ്ട്, പിന്നീട് കുറച്ച് ലെഗ്സ് ലഭിക്കുന്നുണ്ട്, പിന്നീട് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു മൈക്രോ USB കേബിൾ ലഭിക്കുന്നുണ്ട്, പിന്നീട് വാൾ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സ്ക്രൂസ് കിട്ടുന്നുണ്ട്, പിന്നീട് യൂസർ മാനുവലും ഒപ്പം തന്നെ കസ്റ്റമർ കെയർ ഡീറ്റെയിൽ തുടങ്ങുന്ന ഒരു വാറൻറ്റി കാർഡ് നമുക്ക് ബോക്സിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമുക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ സൈഡിലായിട്ട് കാണുന്ന ഈ സ്ക്രൂ ഉണ്ടല്ലോ, അതൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ലൂസായി കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന ബോൾ ഹെഡ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിൻ്റെ പുറകിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ സ്ക്രൂ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തൊന്ന് ടൈറ്റ് ആക്കുക. എന്നിട്ട് ബോക്സിനൊപ്പം കിട്ടി ഈ സ്ക്രൂസ് യൂസ് ചെയ്ത് നമുക്ക് തന്നെ ഈ പ്രോഡക്റ്റ് ഇതേപോലെ വാൾ മൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഗാർഡനിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ബോക്സിനൊപ്പം കിട്ടിയ ലെഗ് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിൻ്റെ പുറകിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗാർഡനിൽ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് ഈ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്താൽ മാത്രം മതി. സോ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻസ്റ്റാളിങ്ങും അസംബ്ലിങ്ങും ഒക്കെ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് ABS പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്യൂറബിൾ ആണ്. അതുപോലെ തന്നെ IP65 റേറ്റിംഗ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിരുന്നാലോ അല്ലെങ്കിൽ മഴ നനഞ്ഞാലോ ഒന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരില്ല. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോളി ക്രിസ്റ്റലൈൻ സോളാർ പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സോളാർ പവർ യൂസ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ ചാർജ് ആകുന്നതിന് വേണ്ടി ഏകദേശം 6 to 8 hours ആണ് ടൈം എടുക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഏകദേശം 10 ഹവേഴ്സിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ USB ചാർജിങ്ങിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. അതായത് ബോക്സിനൊപ്പം കിട്ടിയ മൈക്രോ USB കേബിൾ യൂസ് ചെയ്തും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൽ ഓട്ടോ ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. എന്ന് പറയുമ്പം രാത്രി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ലാമ്പ് ടേൺ ഓൺ ആവുകയും ഒപ്പം തന്നെ രാവിലെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ലാമ്പ് ടേൺ ഓഫ് ആയിട്ട് നമ്മുടെ സോളാർ വഴിയുള്ള ചാർജിങ് സ്റ്റാർട്ട് ആകുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ലാമ്പിൽ ഏകദേശം 4 ലൈറ്റിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. സോ ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റിംഗ് മോഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. സോ ഈ കാണുന്ന ബട്ടണിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുവാണെങ്കിൽ സ്ട്രോങ് വൈറ്റ് ലൈറ്റ് മോഡിലേക്ക് പോകും. ആ സമയത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള വൈറ്റ് ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ആ ബട്ടണിൽ ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ വീക്ക് വൈറ്റ് ലൈറ്റ് മോഡിലേക്ക് പോകും. ആ സമയത്ത് ഒരു വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിം ആയിട്ടുള്ള ഒരു വൈറ്റ് ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ആ ബട്ടണിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ സ്ട്രോങ് വാം ലൈറ്റ് മോഡിലേക്കായിരിക്കും പോവുക. ആ സമയത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള വാം ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഒന്നുകൂടി ആ ബട്ടണിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ വീക്ക് വാം ലൈറ്റ് മോഡിലേക്കായിരിക്കും പോവുക. ആ സമയത്ത് ഒരു ഡിം ആയിട്ടുള്ള വാം ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഒന്നുകൂടി ആ ബട്ടണിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലാമ്പ് ടേൺ ഓഫ് ആകും. സോ ഇതൊക്കെയാണ് ഈ ഒരു ലാമ്പിൽ വരുന്ന 4 ലൈറ്റിംഗ് മോഡ്സ്. ഇനി ഈ ലാമ്പിൽ ഇതുപോലൊരു ബോൾ ഹെഡ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും ഇഷ്ടപ്പെട്ട ആംഗിളിലും നമുക്ക് ഈ ലാമ്പ് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലാമ്പിൻ്റെ പ്രൈസ് വരുന്നത് 849 രൂപയാണ്. ആമസോണിലും ഒപ്പം തന്നെ ഹോം ഹോപ്പിൻ്റെ വെബ്സൈറ്റിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. സോ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.